ഏതൊരു വസ്തുവും താൽക്കാലിക സുഖം മാത്രം പ്രധാനം. അത് കഴിഞ്ഞാലോ അപ്പോ ഭൗതികമായ സുഖം വേണം. അത് ശരീരത്തെ നിലനിർത്താൻ ആവശ്യത്തിന് പരിമിതപ്പെടുത്തിയാവും. അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായി അത് മാത്രമാണ് ജീവിതം എന്ന് ധരിച്ച് അതനുസരിച്ച് അതിന് പകരം ഒഴുകി ആത്മബോധത്തിലേക്ക് ചെയ്യണം. അപ്പൊ ആത്മബോധത്തിലേക്ക് ചെയ്യുന്നതിന് തടസ്സമാണ് ഈ ശരീര അതിനെ ഉപേക്ഷിക്കാനാണ് നമ്മുടെ പത്രാവലം. ഇത് നമ്മുടെ ജീവിതത്തിൽ നേടണം. അതുകൊണ്ടാണ് ആഗോളം പത്രാക്ഷേപത്തിന്റെ പത്രാവലനത്തിന്റെ ശേഷം നമ്മളെ ഇത് മനസ്സിലായേ യാത്ര എത്തിപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ നേടുന്നത്? നമ്മുടെ ജീവിതത്തിൽ പത്ര അവതരണം എങ്ങനെ നടക്കണം? ഭൗതികമാരോട് പറഞ്ഞു കുട്ടികളെല്ലായിട്ട് മുകളിൽ കൊടുത്തേ ഭൗതികമായ പലതരത്തിൽ ഭഗവാനെ പ്രയോഗിക്കുന്നു. കാരണം ദാനം ദേവം ജന്മമൊക്കെ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഇതേ പുസ്തകത്തിൽ കൂടുന്നുണ്ട്. ഇതിനകത്ത് കഴിക്കാവുന്നതല്ല, ഞങ്ങൾ കയ്യിൽ നൽകുന്നതല്ലേ. ഞങ്ങൾ കൊണ്ട് കയറി വന്നാലുണ്ടല്ലോ കഴിയാനായിട്ട് വസ്തുന്നതാവാൻ ഭഗവാനോട് പറഞ്ഞു വരാൻ പറ്റില്ല. കാരണം എന്താ മര്യാദയ്ക്ക് തന്നോ അതാണ് എന്നെ മര്യാദ പഠിപ്പിച്ചതും വേണം. കാരണം നിങ്ങളെ മര്യാദക്കാരൻ. കാരണം എന്താ ഏകാഭിമാന ബോധം കൊണ്ട് നടക്കുന്ന ഒരാൾക്കും മര്യാദക്കാരനാവാൻ സാധിക്കില്ല. കാരണം ഇതിൽ അഹംഭാവമുണ്ട്, അജ്ഞാനമുണ്ട്. അജ്ഞാനത്തിലുള്ളവർക്ക് പൂർണ്ണ മര്യാദ ഉണ്ടാവും. അതുകൊണ്ട് ഇല്ലാത്തവൻ മനസ്സിലായില്ലേ തന്നെ ഇല്ലാത്ത മറ്റൊരാൾ പഠിപ്പിക്കുന്നത് ചെയ്യണം. അതിനർത്ഥം മനസ്സിലായില്ല. അവിടെ ഏറ്റവും വലിയ വ്യക്തത സ്വന്തം ജീവിതത്തിൽ ആചരിക്കാത്തത് മറ്റൊരാളോട് പറയുന്നതിന് അർത്ഥം കേട്ടോ. അപ്പൊ അവിടെ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് മര്യാദ പിന്നെയോ രണ്ടാമതൊരു യുക്തിയുണ്ട്. ഈ വെള്ളത്തിൽ കിടക്കുന്നതിന് തന്നെ ഒരു കുടിപോലിനാണ് മര്യാദ പഠിപ്പിക്കാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് കണ്ടമെങ്കിൽ മനസ്സിന്റെ മക്കളെ കയറുന്നത്. ഈ അവസ്ഥയിൽ മനസ്സിന്റെ മക്കളെ കയറുന്നത് കണ്ടുണ്ടാക്കി വെള്ളം ഉണ്ടാക്കിയാൽ നാട്ടുകാരെ ഉപയോഗിച്ച് കാണും. അപ്പോൾ അവതരിപ്പിച്ച ഒരു നാളെ ഭൗതികന്മാരാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഈ അച്ഛനോട് എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ കിലോ കേട്ടിട്ട് വളരെ ഞങ്ങളുടെ കിലോ തരുന്നതാണ്. ഇങ്ങനെയാണ് രണ്ടാമത് അപ്പോൾ തന്നെ ചിലപ്പോൾ അർത്ഥം കൊടുക്കും. അച്ഛനോട് എന്ന് പറഞ്ഞാൽ അച്ഛൻ നിങ്ങൾ എന്താ കാരണം തുണിയെടുത്ത എന്നെയാണ് അച്ഛൻ ചിന്തിക്കുന്നത്. പകരം തുണി നഷ്ടപ്പെട്ട് വെള്ളത്തിലൊന്ന് വിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം അതിന് മോളോ സ്നേഹമാണ്. എന്താ കാരണം അതായത് ജീവിതത്തിൽ പാലിക്കേണ്ടതായ ചില നിയമങ്ങൾ പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പൂർണ്ണമനസ്കരായിട്ട് ചെയ്യാൻ പാടില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ജലാശയം എന്ന് പറയാൻ പവിത്രമാണ്. ജലാശയങ്ങളെല്ലാം പവിത്രമാണ്. ദേവതാസമാനിക്ക് എന്നുള്ളതാണ്. ജലാശയങ്ങളിൽ പകൽ സമയത്ത് ദേവന്മാരും രാത്രി കാലങ്ങളിൽ തീർച്ചയായിട്ടും. അതുകൊണ്ട് ജലാശയത്തെ ഒരിക്കലും പരിപൂർണ്ണമനസ്കരായി കാണിക്കുക. മനസ്സിലായി? അപ്പോൾ ശരിയായ ഹിന്ദുധർമ്മത്തെ അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ആറാട്ട് സ്നാനകർമ്മങ്ങളൊക്കെ എവിടെയായിരിക്കും? ജലാശയത്തിലാണ്. ഹിന്ദുധർമ്മത്തിൽ നിങ്ങൾ എവിടെയാണ്?
ജീവിക്കാൻ ആവശ്യമായി വീട് വെക്കുന്നതിന് വേണ്ടി പലതരം പക്ഷേ അല്ലാതെ വീടിനെ കുറിച്ചുള്ള കാരണം എന്താ നമ്മൾ തന്നെ ജീവിക്കണമെങ്കിൽ ചെറുതല്ലേ എല്ലാവരും ആവശ്യത്തിന് ഭാഗത്ത് എനിക്ക് ഒരാളുടെയും സഹായം ഇല്ല ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു എല്ലാവരും നമ്മൾ ആലോചിച്ചോക്കെ പോലും പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഈ പുഷ്പൊഴി പുറത്തുള്ള ഓക്സിജൻ നമ്മുടെ അവസ്ഥ ഉണ്ടാക്കും താങ്കളുടെ ചോദ്യങ്ങൾ നമ്മൾ ഓരോ ദിവസം എടുക്കുന്ന ശ്വാസത്തിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു ഓക്സിജൻ ഓക്സിജൻ അതിന്റെ അളവ് വെച്ച് നോക്കിയാൽ സാധാരണ പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലമായ ഒരാൾ ഒരു ദിവസം ഏതാണ്ട് 5 ഓക്സിജൻ സിലിണ്ടറുള്ള അത്രയും മനസ്സിലായി പൂർണ്ണമായും കിടക്കുന്ന രോഗാവസ്ഥയിലാണ് ഓക്സിജൻ കൊണ്ട് പെട്ടുപോയാൽ ഈ ഐസിയിൽ ചെറിയ ഓക്സിജൻ വെച്ചാൽ ഓരോ ദിവസവും ഓക്സിജന്റെ മനസ്സിലായോ അങ്ങനെ നോക്കിയാൽ 3000 രൂപ ഡെയിലി വേണം അപ്പോൾ 5 ദിവസം നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന ഓക്സിജൻ നമുക്ക് ഒരു ദിവസം എത്ര രൂപയുടെ ഓക്സിജൻ കാണാം അവർ 15,000 രൂപ ഓക്സിജൻ നമ്മൾ ഏറ്റവും കൂടുതൽ കൂടുതൽ കായികാധ്വാനം ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ വേണം കോഴി ജാതിയൊക്കെ ജോലി ആൾക്കാരുണ്ടാവും അവർക്ക് കൂടുതൽ വേണം ഇവിടെ ഇരുന്നോട്ട് ചോദിക്കുന്ന അത്ര കൂടുതൽ വേണം ഓക്സിജനാണ് ശരീരത്തിന്റെ ശക്തിയെ മുന്നേറ്റത്തെ നിലനിർത്തുന്നത് മനസ്സിലായോ അപ്പൊ അത്രയ്ക്ക് വേണം പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് വളരെ കൂടുതൽ വേണം കാരണം അത് അതേപോലെ ഓടി ജാതി കളിച്ചില്ലേ ഇനിയോ അവർ ബ്രെയിനെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് തലച്ചോറിന്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കുന്നതിന് വരാം ഓക്സിജനേഷൻ എന്ന് പറയുന്ന പ്രത്യേക ഓക്സിജൻ അളവ് അതുമാണ് യോഗ ചെയ്യുമ്പോൾ പ്രാണായാമം പഠനത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞാണ് കുട്ടികളുടെ യോഗ ശാസ്ത്രത്തിന്റെ പഠനങ്ങളെ നടത്തുന്നു മനസ്സിലായോ അപ്പൊ ഇത്തരത്തിലുള്ള ഓക്സിജൻ നമ്മൾ ആരോഗ്യ ഓക്സിജൻ അളവ് നമ്മൾ നോക്കാൻ ഒരു ദിവസം 10,000 രൂപ ശരാശരി